ഹായ് ഫ്രണ്ട്സ്, സോണൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആഡ് ചെയ്ത് കൊടുക്കുകയെന്ന്. 100 റുപ്പീസിന് താഴെ മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ആർക്കാണെങ്കിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞുതരും. ആർക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇതൊരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇതിന് 60 റുപ്പീസാണ് റേറ്റ് വന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 5 വോൾട്ട് ഉണ്ട്. +5 വോൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവാണ്. പിന്നെ ഗ്രൗണ്ട് നെഗറ്റീവ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, റൈറ്റ്, അങ്ങനെയാണ് ഇതിൽ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം സിമ്പിളാണ്. പിന്നെ വേണ്ട ഇതേപോലത്തെ ഒരു പഴയ മൊബൈൽ ചാർജറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം മൊബൈൽ ചാർജർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ടോർച്ചിൻ്റെ ചാർജർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഔട്ട്പുട്ട് 5 വോൾട്ട് ആവണം. അഥവാ 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെഗുലേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു IC യൂസ് ചെയ്തിട്ട് റെഗുലേറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 5 വോൾട്ട് ഉണ്ടെങ്കിൽ 5 വോൾട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഹോം തിയേറ്റർ തുറക്കാം. ഓക്കെ, അപ്പോൾ ഹോം തിയേറ്റർ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിന് വേണ്ട പവർ സപ്ലൈ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ കാണാൻ സാധിക്കും. ആ ഒരു ട്രാൻസ്ഫോമർ പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സ്ക്രൂ ആയിട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ അത് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. അതായത് 230 സപ്ലൈ വരുന്നത് ഈ ഒരു വയറിലോട്ടാണ്. പിന്നെ ഔട്ട്പുട്ട് 9.5 വോൾട്ട് ഔട്ട്പുട്ടായിട്ട് ഇതിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ചാർജർ ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് റിമൂവ് ചെയ്യണം, ഈ ഒരു ഭാഗം. എന്നിട്ട് ഇവിടെ ചാർജർ കണക്ട് ചെയ്ത് കൊടുക്കുക 230. അപ്പോൾ ചാർജറിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് 5 വോൾട്ട് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ചാർജറിൻ്റെ ബോഡി റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലാണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ ഈ 2 പോയിന്റിലേക്കായിട്ട് നമുക്ക് AC ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഇതേപോലെ ബ്ലേഡ് യൂസ് ചെയ്ത് സ്ക്രാച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സ്ക്രാച്ച് ആക്കിയാൽ മാത്രമേ നമ്മളെ സോൾഡറിങ് നല്ല രീതിയിലൂടെ പിടിക്കൂ. ഓക്കെ, അപ്പോൾ 2 വയർ ഇപ്പോൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 വയർ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് വയർ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ 5 വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നെഗറ്റീവ്, പോസിറ്റീവ്, പിന്നെ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്, അങ്ങനെ 5 വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജറാണ്. എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചാർജർ എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 4 to 12 വോൾട്ട് വരെയാണ് ഔട്ട്പുട്ട്. അതായത് വേരി ചെയ്യും ഈ ഒരു വോൾട്ടേജ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു 5 വോൾട്ട് റെഗുലേറ്റർ IC, അതായത് 7805 IC ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. 7805 IC ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ 5 വോൾട്ട് റെഗുലേറ്ററാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ICൻ്റെ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ICയിൽ നമ്മൾ ഫസ്റ്റ് പിന്നിൽ പോസിറ്റീവ് കണക്ട് ചെയ്യണം, സെക്കൻഡ് പിന്നിൽ നെഗറ്റീവ്. ഇത് ഔട്ട്പുട്ടാണ്, അതായത് പോസിറ്റീവ് തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ബോർഡിൽ എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ പോസിറ്റീവ്. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം, അതായത് ICൻ്റെ ഫസ്റ്റ് ലെഗ്. ഓക്കെ, അപ്പം പോസിറ്റീവ് കണക്ട് ചെയ്ത് ഇനി നെഗറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കാം, അതായത് മിഡിൽ പിന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ICൻ്റെ ഔട്ട്പുട്ടിലേക്കായിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ നെഗറ്റീവ് നമ്മൾ ഈ ഒരു നെഗറ്റീവിലേക്കായിട്ട്, ICൻ്റെ നെഗറ്റീവിൽ, അതായത് മിഡിൽ പിന്നിലേക്കായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ ചാർജറിൻ്റെ ഇൻപുട്ടുമാണ്. അപ്പോൾ നിങ്ങൾ ഹോം തിയേറ്റർ ബ്ലൂടൂത്ത് ആക്കുന്ന ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവർ ഈ ഒരു ചാർജർ യൂസ് ചെയ്യില്ല. അവരതിന് പകരമായിട്ട് ഈ ഒരു IC യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിന് 5 വോൾട്ടായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷേ അങ്ങനെ ചെയ്താന്ന് വെച്ചാൽ ചില ഹോം തിയേറ്റർ വർക്ക് ചെയ്യും, പക്ഷേ ചിലതിനെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നോയ്സ് വരും, ചിലത് വർക്കാവും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ചാർജർ യൂസ് ചെയ്തതിനാൽ അങ്ങനത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാർജറിൻ്റെ ഇൻപുട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസുലേഷൻ വെച്ച് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പവർ സപ്ലൈൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനി നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ, അതായത് ഹോം തിയേറ്ററിൻ്റെ ഇൻപുട്ടിലേക്കായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്, അതായത് ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് കാണാൻ സാധിക്കും.
ഇതിൻ്റെ ബാക്കിലായിട്ട് 3 കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 പിന്നിലേക്കായിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ലെഫ്റ്റും റൈറ്റെല്ലാം എഴുതിയിട്ടുണ്ടാവും. ലെഫ്റ്റ് ഇവിടെയാണ്, റൈറ്റ് അപ്പുറമാണ്. അപ്പം ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ റൈറ്റ് നമ്മൾ റൈറ്റിലേക്കായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ഗ്രൗണ്ട്, പിന്നെ ലെഫ്റ്റ്. അപ്പോൾ നമ്മളിപ്പം ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തു, അതേപോലെ തന്നെ പവർ സപ്ലൈ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതോടെ നമ്മൾ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ബോക്സിലായിട്ട് ഇട്ട് വെച്ച് കൊടുക്കുക, കാരണം ഇത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഷോർട്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡാമേജ് ആവും. പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് ചിപ്പ് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി തിരിച്ച് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോം തിയേറ്റർ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റാൽ 3BT എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് വെച്ച് നോക്കാം. Time is barely on our side. Yeah. No, I don't dance through the highways, dance through the highways. And on we'll go. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹോം തിയേറ്റർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.